ഇപ്പോൾ രാത്രി 8 മണിയൊക്കെ കഴിഞ്ഞിട്ടോ. നാളെ ഓണമല്ലേ, അപ്പോൾ നമുക്ക് കുറച്ച് പടക്കമൊക്കെ മേടിച്ചിട്ട് വരാം. സത്യം പറയുകയാണെങ്കിൽ ഈ പടക്കമൊക്കെ എനിക്ക് ഭയങ്കര പേടിയാണ്. അതിൽ നിന്ന് എൻജോയ്മെൻറ്റ് കണ്ടെത്തുന്നതിലും കൂടുതൽ ഞാൻ ഈ പേടിച്ച് വിറച്ച് നിൽക്കുന്ന അനുഭവമാണ് എനിക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ഞാൻ വലുതായിട്ട് ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കത്തില്ല എൻ്റെ വീട്ടിലൊക്കെ. പക്ഷേ നമ്മുടെ കൂടെ ഇത് ഇഷ്ടമുള്ള ആൾക്കാരുള്ള സമയത്ത് നമുക്കിതിനെ നെഗറ്റീവ് അടിച്ച് അവരെ തളർത്താൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഈ പടക്കമൊക്കെ ഞാൻ മേടിച്ചത്. 680 രൂപയായി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഡിന്നർ കഴിക്കാനായിട്ട് കോഫി കണക്ട് എന്ന് പറഞ്ഞ ഒരു ഔട്ട്ലെറ്റിൽ പോയി. അവിടെ പോയപ്പോഴത്തേനും മൊമോസ് കണ്ടു കേട്ടോ അവരുടെ മെനുവിൽ. 4 വർഷം മുമ്പാണ് കേട്ടോ മൊമോസ് ഞാൻ അവസാനമായിട്ട് കഴിക്കുന്നത്. അതിനുശേഷം ഇപ്പോഴാണ് ഒന്ന് ചിന്തിച്ചത്, എന്തായാലും കുറേ കാലമായില്ലേ ഓർഡർ ചെയ്തേക്കാന്ന്. അങ്ങനെ ഞാൻ ചിക്കൻ മൊമോസാണ് ഓർഡർ ചെയ്തത്. ഫ്രൈഡ് വേർഷനും സ്റ്റീം വേർഷനും ഓർഡർ ചെയ്തായിരുന്നു. നമ്മൾ നോർമലി പുറത്തുനിന്നൊക്കെ മേടിക്കുന്ന മൊമോസിനേക്കാൾ ഇത് ചെറുതാണ്, പക്ഷേ ടേസ്റ്റ് ഭയങ്കര രസമാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലെ ഫില്ലിംഗ് ഒക്കെ നല്ലതാണ്. സ്റ്റീം വേർഷനും ഫ്രൈഡ് വേർഷനും ഉള്ളിലെ ഫില്ലിംഗ് ഒക്കെ സെയിം തന്നെ. പിന്നെ ഇതിൽ ഡിപ്പ് 2 വന്നേക്കുന്നത്. ഒരെണ്ണം ഇങ്ങനെ ഫ്ലേവേർഡ് മയോണൈസാണെന്നാണ് തോന്നുന്നത്. മറ്റേത് നമ്മൾ സാധാരണ മൊമോസ് മേടിക്കുമ്പോൾ കിട്ടത്തില്ല, അതേ കണക്കൊരു ചില്ലി ചട്നി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇതിലെനിക്ക് കൂടുതൽ ഇഷ്ടമായത് സ്റ്റീം വേർഷനാണ് കേട്ടോ. എനിക്ക് ഫ്രൈഡ് ഇഷ്ടമായി, എന്നാലും സ്റ്റീംഡാണ് കുറച്ചുകൂടെ ബെറ്റർ എന്ന് എനിക്ക് തോന്നിയത്. പക്ഷേ മുന്നേയൊക്കെ എനിക്ക് ഫ്രൈഡാണ് ഏറ്റവും ഇഷ്ടം. എന്താണെങ്കിലും ഞാൻ സ്റ്റീം വേർഷൻ വാങ്ങിക്കത്തേയില്ല. ആരെങ്കിലും കൂട്ടത്തിൽ നിൽക്കി മേടിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഞാൻ ട്രൈ ചെയ്ത് നോക്കാറുണ്ട്. പക്ഷേ എൻ്റെ ഫേവറേറ്റ് ഫ്രൈഡ് ആയിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ എന്താണെന്ന് അറിയത്തില്ല, എൻ്റെ ടേസ്റ്റൊക്കെ ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. പണ്ട് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ എനിക്കിപ്പോൾ ഇഷ്ടമില്ല. പണ്ട് ഇഷ്ടമില്ലാണ്ടിരുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇഷ്ടമായി തുടങ്ങിയിട്ടുണ്ട്. എന്താണെന്ന് അറിയത്തില്ല, ജീവിതമാകുമ്പോഴും പിന്നെ പ്രായം കൂടിക്കൊണ്ടിരിക്കുമ്പോഴും ഓരോ ഇഷ്ടങ്ങൾക്ക് മാറ്റം വരുമെന്നാണ് തോന്നുന്നത്. പിന്നെ ഞങ്ങളൊരു വാട്ടർമെലൺ മൊഹീത്തോയും ഒരു ചോക്ലേറ്റ് ഷാർജയും ഉണ്ട് മേടിച്ചത്. ഷാർജ എൻ്റെ ഫേവറേറ്റാണ്. എവിടെ പോയാലും ഫൈനലി ഞാൻ ഇതായിരിക്കും ഓർഡർ ചെയ്യുക. വാട്ടർമെലൺ മൊഹീറ്റോ നല്ലതായിരുന്നു കേട്ടോ, ഭയങ്കര റിഫ്രഷിംഗ് ആയിരുന്നു. ഹെവി ഫുഡൊക്കെ കഴിച്ചിട്ട് ഒന്ന് റിഫ്രഷ് ആവാൻ വേണ്ടി കുടിക്കാൻ ഇത് ബെസ്റ്റാണ്. ചോക്ലേറ്റ് ഷാർജ ആണെങ്കിൽ ഒരു രക്ഷയില്ല കേട്ടോ, ഭയങ്കര ടേസ്റ്റാണ്. ആദ്യമായിട്ടാണ് ലൈഫിൽ ഞാൻ ചോക്ലേറ്റ് ഷാർജ വയറ് നിറഞ്ഞിട്ട് ബാക്കി വെക്കുന്നത്. അത്രയും ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ ഇതിൽ. ഒരു ഓണത്തിന് ഇങ്ങനെ പടക്കമൊക്കെ പൊട്ടിക്കാൻ പോകുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. ഇതിന് മുമ്പെങ്കിലും ഞാൻ ഈ ഓണത്തിനൊന്നും പടക്കം പൊട്ടിച്ചിട്ടില്ല. ഞങ്ങൾ പള്ളിപ്പെരുന്നാളിനൊക്കെ ഇങ്ങനെ പടക്കം പൊട്ടിക്കാറുള്ളൂ. അപ്പോൾ എനിക്ക് പേടിയാ, അവൾ ചെയ്യുമല്ല. ഫസ്റ്റ് തറച്ചക്രം കത്തിച്ചുകൊണ്ടാണ് കേട്ടോ നമ്മുടെ അങ്കത്തട്ട് തുടങ്ങിയത്. ആദ്യത്തത് ഒരുമാതിരി പടക്കം പൊട്ടുന്ന കണക്കാ പൊട്ടിയത്. ശരിക്കും ഞാൻ പേടിച്ചു. ആദ്യം പൊട്ടിച്ച എല്ലാ സംഭവങ്ങളിലും ഈ മെൻ്റലി പൊരുത്തപ്പെടാൻ ബുദ്ധിമുട്ടുള്ള കാരണം ഞാൻ പേടിച്ച് ഓടുമായിരുന്നു കേട്ടോ. ഏകദേശം ഒരു 10 വർഷത്തിന് ശേഷം ഞാനൊരു കമ്പിത്തിരിയാണ് കത്തിക്കുന്നത്. ഇത് ഏകദേശം എൻ്റെ ആവാറായിട്ടോ. എനിക്ക് ഇത്രേ പറ്റുള്ളൂ. പറ്റില്ല. അപ്പോൾ ഈ വർഷത്തെ ഓണാഘോഷത്തിൻ്റെ പടക്കം പൊട്ടിക്കൽ അവസാനിച്ചിരിക്കുന്നു. ബൈ.